രണ്ടാമത്തത് പ്രവാചകർ തന്നെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇമാം ഹാഫിദ് സുയൂത്തി തന്റെ അൽ ഹാവീരിൽ ഫതാവ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു വഖൽ ലഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിതിൻ. എനിക്ക് അതിന് മറ്റൊരു തെളിവ് കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. ഇമാം സുയൂത്തി പറയുകയാണ്, എന്താണത്? അല്ലാഹുവിന്റെ റസൂലിന് നുബൂവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാട്ടിനെ അറുത്ത് വിതരണം ചെയ്യുകയാണ്. എന്തിനാണ് ആ വിതരണം ചെയ്യുന്നത്? ഫയുഹ്മലു ദാലിക, ആ ചെയ്ത കാര്യത്തെ നമ്മൾ ചുമത്തുന്നു. എന്തിന്റെ പേരിൽ? അലാ ഇൽഹാരി ശുക്രി, റസൂലുള്ളാഹി തങ്ങൾ ശുക്ർ പ്രകടിപ്പിക്കുകയാണ്. അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചു എന്നതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തന്നെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നു. അതും ഒരു തെളിവാകുന്നു. ഇമാം സുയൂത്തി തന്റെ അൽ ഹാബീനിൽ ഫതാവ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സ്വഹാബികളും ചെയ്തിട്ടുണ്ട്. ചോദ്യം വരുമ്പോ അതിന് മറുപടിയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഖുർആനില്ലാന്ന് സമ്മതിച്ചു. കാരണം ഖുർആനിലുണ്ടാവില്ലല്ലോ. ഖുർആനില്ലാന്ന് ഏതായാലും സമ്മതിച്ചു. പിന്നെ ഹദീസിലുണ്ട്. ഹദീസിൽ 5 വഖത്ത് നിസ്കാരത്തിന്റെ പേരുകൾ ഹദീസിലുണ്ട്. അപ്പൊ ഹദീസിലുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. സഹാബികള്, ഏതെങ്കിലും സഹാബികൾ ആ ജന്മദിനത്തിന്റെ ദിവസം ഒരു മിഠായിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതോ ഒരു ഇമാമിന്റെ ഏതോ അഭിപ്രായങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സദസ്സിനും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എന്നെങ്കിലും എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആഘോഷിക്കാൻ അവിടുത്തെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെ ഉള്ള ഹദീസുകളിലൊന്നും അതുവരെ ഇത് പറഞ്ഞിട്ടില്ല. സഹാബികളും അത് പറഞ്ഞിട്ടില്ല. ചോദ്യത്തിനല്ല മറുപടി പറയേണ്ടത്. ഞാനതാ പറഞ്ഞത്, വിഷയത്തിനല്ല അവിടെ മൂപ്പർക്ക് മറുപടി കിട്ടേണ്ടത്. പിന്നെ മൂപ്പര് ചോദിച്ച ചോദ്യം പോലോത്ത അങ്ങനെ ഒരു ഉത്തരാ കിട്ടേണ്ടത്. അതിനാ ഞാൻ ആദ്യമേ അതിനെ ആ ചോദ്യത്തിന്റെ മുനയെ തന്നെ തകർത്തിട്ടാ ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെയൊക്കെ ഒരു ചോദ്യം എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതല്ല നിങ്ങൾക്ക് അറിയുള്ളൂ. എന്റെ അപ്പുറപ്പുറങ്ങളെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എന്റെ നബിദിനം, എന്റെ ജന്മദിനാണ്, നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടോന്ന. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരുതുന്ന മാതിരിയുള്ള ഒരു ഹദീസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു ആയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തേ? ഖുർആനിൽ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ നിസ്കാരം 5 വക്തിന്റെ പേര് ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്ന് പറയുന്ന ഈ പേരിൽ ഒരു ആയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ വിഷയത്തിനാണ് തെളിവ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ആയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ ജന്മദിനാണെന്ന്, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന ഒരു പദപ്രയോഗം ഉണ്ടായിട്ട് വേണമെന്നില്ല മുസ്ലിമീങ്ങൾക്ക് ഇത് ആഘോഷിക്കാൻ. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞെന്താ? അത് ഖുർആനിലില്ലെങ്കിലും നിസ്കാരത്തിന്റെ 5 വഖത്തിന്റെ പേര് ഹദീസിലുണ്ട്. അപ്പൊ അത് മതി. അങ്ങനെ മതിയെങ്കിൽ ആ ഹദീസിൽ എന്തുണ്ട്? അതിനെന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ ചര്യ വായിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിനറുത്ത് മാംസം വിതരണം ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ തന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആട്ടിനെ ദാനം ചെയ്തത് എന്ന് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തി വെക്കുന്നു. അതിനാണ് ഹദീസ് എന്ന് പറയും. റസൂല് ചെയ്തതിനും പറഞ്ഞതിനുമാണ് ഈ ഹദീസ് എന്ന് പറയുക. റസൂല് ചെയ്താൽ മതി, പറഞ്ഞോളന്നില്ല. പറയന്നെ വേണം, ചെയ്യന്നെ വേണം എന്ന വാശിയൊന്നും വേണ്ട. ഹദീസുകളിൽ ഉണ്ടായത്, ഹദീസുകൾ പറഞ്ഞതോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ മൗലാനുവാദം നൽകിയതോ ആയ കാര്യത്തിനെ കുറിച്ചാണ് സുന്നത്ത് ഹദീസ് എന്നൊക്കെ പറയുക. ആ കർമ്മങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. എന്നാൽ തന്നെ ഇസ്ലാമിൽ തെളിവാണ്. നമ്മൾ കരുതിയതുപോലെ ഒരായത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഒരു ഹദീസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ ഒരു വിഷയത്തിന് അത് തെളിവാകൂ എന്നും ഇല്ല.
പറഞ്ഞതിന്റെ ചുരുക്കം ഹദീസുകളിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ജന്മദിനമാണിന്ന്, അതുകൊണ്ടൊരു മിഠായി വിതരണം ചെയ്ത് നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞു കൊള്ളണം എന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൂർവിക മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ഖസ്തലാനി രേഖപ്പെടുത്തി വെക്കുന്നു. സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. വലാ സാല അഹ്ലുൽ ഇസ്ലാമി يحتفلون بشهر مولده عليه الصلاة والسلام ويعملون الولائم ويتصدقون في لياليه بأنواع الصدقات ويظهرون السرور ويزيدون في المبرات ويعتنون بقراءة مولده الكريم. എന്താ പറയുന്നത്? വലാസാല അഹ്ലുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ആളുകൾ എല്ലാവരുമായിരുന്നു. യഹ്തഫിലൂന, അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. ബിശ്ശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന മാസം കൊണ്ട് അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കാറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, സദ്യകൾ ഒരുക്കാറുമുണ്ടായിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവ്വൽ മാസത്തിന്റെ രാത്രികളിൽ സ്വതക്ക ചെയ്യാറുണ്ട്. ബി അൻവാഇ സ്വതഖാതി, വിവിധങ്ങളായ സ്വതക്കകളെ കൊണ്ട്. വയുദ്ഹിറൂന സുറൂറ, സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. മാത്രമല്ല വയസീദൂന ഫിൽ മബറാത്തി, നന്മകളിൽ അവർ വർദ്ധിപ്പിക്കാറുമുണ്ട്. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യലുകൊണ്ട് അവർ ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇതൊക്കെ മുസ്ലിങ്ങൾ വലാസാല അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണെന്ന് പറയുന്നത് നമ്മളല്ല, സമസ്തയുടെ ഉലമാക്കളല്ല, നൂറ്റാണ്ട് മുമ്പ് വിരചിതമായ ഗ്രന്ഥമാണ്. അപ്പൊ പൂർവീകരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിന് പച്ചക്കൊടി കാണിക്കുന്നുമുണ്ട്. ഈ ഖുർആനിന്റെയും മറ്റ് തെളിവിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും അടുത്തറിയുകയും ചെയ്ത സഹാബികളാണ് ആദ്യമായിട്ട് ഇതിന് മാർഗം കാണിച്ചു തരേണ്ടത്, മാർഗദർശകരാവേണ്ടത്. അവര് ഇങ്ങനെ നബിദിനം കഴിച്ചിട്ടില്ല, ഇനി അവസാനം ഏതോ ഇമാമുകൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാമുകളുടെ കിതാബുകളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. നമ്മൾ ഖുർആൻ, സുന്നത്ത്, സഹാബികളുടെ ഏകോപനം, ഇതാണ് നമ്മുടെ തെളിവ്, മുസ്ലിങ്ങളുടെ തെളിവ്. ഈ തെളിവുകളെല്ലാം വിട്ട് ഇമാമുകളുടെ കിതാബുകളിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണെന്ന് ഞാൻ ദുഃഖത്തോടെ ഓർക്കുകയാണ്. കാരണം അങ്ങനെ നബിദിനത്തിന് തെളിവുണ്ടെങ്കിൽ അവരാണല്ലോ ആദ്യം കാണിക്കേണ്ടത്, സഹാബികളാണല്ലോ ആദ്യം കാണിക്കേണ്ടത്. അവർ കാണിച്ചിട്ടുണ്ട് എന്നെ പറഞ്ഞത്, കാണിച്ചിട്ടില്ല എന്നല്ല. വലാസാല അഹ്ലുൽ ഇസ്ലാമി എന്നാണ് ഇമാം ഖസ്തലാനി പറഞ്ഞത്. ഇസ്ലാമിന്റെ ആളുകൾ എല്ലാവരും ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്നാ, ഇല്ലാന്നല്ല, ഉണ്ട് എന്നാ പറയണത്. സഹാബത്തും താബീകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ ബഹുമാനപ്പെട്ടവർ തന്റെ നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം, ആ ജന്മത്തിൽ സന്തോഷിച്ച് മൗലിദിൽ സന്തോഷം പ്രകടിപ്പിച്ച് പുതുവസ്ത്രം ധരിച്ച് അതിൽ ആനന്ദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഉമറുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ ഇമാമുകളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വഹാബി വര്യന്മാർ തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. ആ സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നടന്ന ദിവസമാണ്. അദ്ദേഹം തന്റെ വീട്ടുകാരെയും കുടുംബങ്ങളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന ദിവസത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി ഇതിങ്ങനെ കേട്ട സന്ദർഭത്തിൽ
മഹാനായ സ്വഹാബി വര്യൻ ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമായി അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആ ദിവസമാണ് ഇന്ന്. അന്ന് ആ പറഞ്ഞ ആ സംഭവം നടന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് ഈ ദിവസം, ആ ദിവസമാണ് ഈ ദിവസം എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കരുത്, അത് ശിർക്കാണ്, കുഫറാണ് എന്നല്ല. അവിടുന്ന് പറഞ്ഞത് ഖദ് ഹല്ലത് ലക്കും ശഫാഅത്തി, എന്റെ ഇപ്രകാരമുള്ള പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കും. ഖാല റസൂലുള്ളാഹി. ഹാഫിള് ഇബ്നു ദിഹ്യ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അത്തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ സഹാബത്തൊക്കെ ചെയ്തതാണ്. ഒറ്റയടിക്ക് ഇല്ലാന്ന് പറയരുത്. അറിയാത്ത കാര്യം ഇല്ലാന്നല്ല പറയാ, ഉണ്ടോന്ന് ചോദിക്കുക, അന്വേഷിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാതെ അനാചാരമാകുന്നു എന്നല്ല. ഈ ഖുർആനും സുന്നത്തൊക്കെ കണ്ടവരാ പൂർവീകർ, അതുകൊണ്ടാണ് അവരൊക്കെ ആഘോഷിക്കുന്നത്. എന്തിന് ഖുർആനുക്കും സുന്നത്തുക്കൊക്കെ പോണം? ഞാൻ അതൊക്കെ മാറ്റി വെക്കുകയാണ്. ഇത് ഏതാണെന്നറിയോ നിങ്ങൾ? ഇത് അൽ മുർഷിദ് മാസികയാണ്, അൽ ഇർഷാദ് മാസിക. മുജാഹിദിന്റെ പ്രാചീന നേതാക്കള് KM മൗലവി, EK മൗലവി, അവരൊക്കെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്ന മാസികയാണ്. ഇതിലെന്താ പറയുന്നത് എന്നറിയോ? ഇതിൽ പറയുന്നത് റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. 1900 ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 936 മുജാഹിദുകൾ പഴയ കാലത്ത് പുറത്തിറക്കിയിരുന്ന അൽ മുർഷിദ് മാസികയാണ് 937 മെയ് ലക്കത്തിൽ ഇറങ്ങിയ അൽ മുർഷിദ് മാസിക. ഇതിൽ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു, ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു. എന്തുകൊണ്ട്? മാനവലോകത്തിന്റെ റഹ്മത്തായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം കൊണ്ട്. വിശദമായ ലേഖന. റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് മുജാഹിദുകൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? നമ്മൾ ആനന്ദിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു, സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു. പഴയകാല മുജാഹിദുകൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അയവിറക്കുവാണ്, രംഗങ്ങളുമാണ് അയവിറക്കുന്നത്. ഇപ്പോഴത്തെ മുജാഹിദിന് സന്തോഷമല്ല, മുജാഹിദിന് അട്ടട മുഖത്ത് ഉപ്പ് വെച്ചതുപോലെയാണ്. സകലനത്തിനും കണ്ണും മോറും ഒരു തെളിച്ചുണ്ടാവില്ല. എന്താ? അന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലും, റസൂലുള്ളാഹിന്റെ പേരിൽ കുറച്ച് സലാമും ബെയ്ത്തൊക്കെ ചൊല്ലല്ലോ, മദ്ഹ് പറയല്ലോ, അത് സഹിക്കാൻ വയ്യ. ഇബ്ലീസിനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, അത് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അതേ അവസ്ഥയിലായി ഇവരുള്ളത്. എന്നിട്ട് KM മൗലവിയും EK മൗലവിയും എഴുതുന്നത് നിങ്ങൾ കേൾക്കണം. വിശദമായ ലേഖന നോക്കൂ നിങ്ങൾ. റബീഉൽ അവ്വൽ 1356 അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് എന്താ? ആ ലേഖനം, വിശദമായ ലേഖനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയ ആളുകൾക്ക് ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? എന്നിട്ട് പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആകെ കൊണ്ടാടുന്നുണ്ട്. കേരളക്കാര് മാത്രല്ല, ലോകം എല്ലായിടത്തും കൊണ്ടാടുന്നുണ്ട്. എന്നിട്ട് മുജാഹിദ് മൗലവി പറയുന്നു, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. മുജാഹിദിന്റെ ഇന്നത്തെ ചെറിയ മക്കളോട് പറയുകയാണ്, വിവരമില്ലാത്ത കഥയില്ലാത്ത മൗലവിമാരോട് വലിയ നേതാവ്, പ്രാചീന നേതാവ്, സ്ഥാപക നേതാവ് പറയുകയാണ്, മക്കളെ ഇതെല്ലാവരും കൊണ്ടാടേണ്ടതുമാണ്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നി പിടിപ്പിക്കുന്നു. റസൂലുള്ളാഹിനോട് വലിയ സ്നേഹം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഈ കൊണ്ടാട്ടം കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം എഴുതുന്നുണ്ടോ, മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്, ഒരു പുണ്യ സദസ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ് തന്നെയാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ മൽ വാശിറഫു മിൻഹു യാ
سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع أبطاحي والحبيب العربي എന്നൊരുവിടുന്ന മൗലിദിന്റെ മജ്‌ലിസ് പുണ്യ സദസ്സാണ്. അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അപ്പൊ മൗലിദിന്റെ മജ്‌ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, മൗലവിമാരെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. ഞാൻ പറയുന്നതല്ല, ഈ കെ മൗലവി, കെ എം മൗലവി അവരുടെ അൽ മുർഷിദിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, പൂർവീകരൊക്കെ ചെയ്തിട്ടുണ്ട്, മുജാഹിദിന്റെ പ്രാചീന നേതാക്കളും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഇത് സുന്നത്തായിരുന്നു. പിന്നെ എന്നാണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ പുതിയ വഹയുമായി വന്നത് എന്ന വിശദീകരണം നടത്തേണ്ടത് മുജാഹിദുകളാണ്, അല്ലെ? ഇത് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നാ കെ എം മൗലവി എന്നെ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാനൊരു രംഗം കാണിച്ചു തരാം. ലോകത്ത് നടക്കുന്ന നബിദിനാഘോഷത്തിന്റെ ഒരു ചെറിയ ചിത്രം. വിവിധ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന മൗലിദാഘോഷ പരിപാടി നമ്മളെ നാട്ടിൽ നടക്കുന്നതിനെ വെല്ലുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? ലോകത്തുള്ള പ്രമുഖ പണ്ഡിതർ, അറബികൾ ഒന്നിച്ചിരുന്ന് മൗലിദ് ഓതുന്നു. നമ്മളെ നാട്ടിൽ വന്ന ഷറഫല്ലനാ മൗലിദ് ഉണ്ടല്ലോ, ആ ഷറഫല്ലനാ മൗലിദ് അറബി, വട്ടുവെച്ച അറബി, വട്ടുള്ള അറബി അല്ല, വട്ടുവെച്ച അറബി, ആ അറബികൾ ഒന്നിച്ചിരുന്ന് ഓതുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നിച്ച് പദ്യം ചൊല്ലുന്നു, യാക്രമബൈത്ത് ചൊല്ലുന്നു. ഒന്ന് കാണും നിങ്ങളത്. ഒന്ന് വെച്ചുകൊടുത്താൽ مكحلا في خلع الوقار والمهابة يجلى. ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى، بنور كالشمس بل هو نجدي وجدي يا الله يا فارق نجدي أيامك وجدي يا الله. يا حبيب سلام عليك صلوات الله عليك، يا نبي سلام عليك، يا رسول
എല്ലാ രാജ്യങ്ങളിലും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. ഇപ്പോ മക്കയിൽ തന്നെ ചില അനാചാരങ്ങൾ നടക്കലുണ്ടല്ലോ, അവിടെ 2 ബാങ്ക് കൊടുക്കലുണ്ട്. അതുപോലെ ചില അനാചാരങ്ങൾ മക്കയിൽ തന്നെ നടക്കലുണ്ട്. എന്തുകൊണ്ട് ഇതിപ്പോ ഒരു തെളിവായി കൂടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും നിങ്ങളുടെ തന്നെ തഴവ മൗലവി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. അപ്പോ ഹിജറ 300-ന് ശേഷം മൗലിദ് കഴിക്കൽ തന്നെ വന്നതെന്ന് തഴവ കുഞ്ഞ് മൗലവി എന്ന് പറയുന്നുണ്ട്. അത് വിദഗ്ധാണെന്ന്. അപ്പോ പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമല്ല. പിന്നെ ആ കാലത്ത് 300-ന് ശേഷം വന്ന് ഈ കാലത്ത് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ സ്ഥലത്തും കുറെ മൗലിദ് കാണിച്ചുകൊണ്ടെന്നൊരു തെളിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ തഴവ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തഴവ മൗലവി പറഞ്ഞിട്ട് പോലും അത് സുന്നിയായ തഴവ മൗലവി, സുന്നികളെന്ന് നിങ്ങൾ എല്ലാവരും പറയും തഴവ മൗലവി, അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഇവിടെ ജനങ്ങളെ മൗലിദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിരോധാഭാസം. നിങ്ങൾ ദയവേദന്റെ വാസ്തവങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പൊ ക്ലിയർ ആയി. ജനങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ മൗലിദ് ആഘോഷന്റെ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതാണ്. ഇത് ഖുർആൻ പോലത്തെ ഒരു തെളിവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. തെളിവല്ലാന്നുമല്ല, മുസ്ലിം ലോകത്ത് നടക്കുന്ന ഒരു ആചാരാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും അനാചാരം ചെയ്തു, ബിദ്അത്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അത് കുറച്ച് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മക്കത്തുള്ളവരും മദീനത്തുള്ളവരും ഒക്കെ ചെയ്യുന്നത് മുഴുവൻ ബിദ്അത്താണെന്നും അവിടെ ഇന്നുള്ള മുജാഹിദിന്റെ ആളുകൾ മാത്രമല്ല പൂർവകാലത്തുള്ള ആളുകൾ ചെയ്യുന്നതും ബിദ്അത്താണ് എന്ന രൂപത്തിലേക്കാണ് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ശരിയല്ല. പൂർവീകരായ മുസ്ലിങ്ങൾ നടപ്പിലാക്കിയ നിയമമാണിത്. മക്കി മദീനക്ക് ഒഴിവാക്കുക. മുജാഹിദിന്റെ KM മൗലവി EK മൗലവിയല്ലേ ഇപ്പൊ നടത്തിയത്, നേരത്തെ ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിപാടി കഴിയുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകും. ഇനിയിപ്പോ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് തഴവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൽ മവാഹിബുൽ ജലിയ എന്ന വരിയിലുള്ള ഒരു സംശയം, ഗ്രന്ഥത്തിലുള്ള ഒരു സംശയം. അതിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ മൗലിദ് കഴിക്കൽ പാടില്ലാത്തതാണ്, അത് അനാചാരമാണ് എന്ന് തഴവ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മൗലവിമാര് സാധാരണ പറയാറുള്ളത്. അതന്നെ ഇപ്പൊ ചോദ്യകർത്താവും ചോദിച്ചത്. അത് നുണയാണ്, ശുദ്ധ അസംബന്ധമാണ്. സത്യത്തിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തഴവ പറയുന്നത് ഇത് അനാചാരമാണ്, അതുകൊണ്ട് ഇത് ചെയ്യരുത്, പാടില്ലാത്തതാണ് എന്നല്ല. പിന്നെയോ ആ തഴവയുടെ തന്നെ വരിയെടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൽ കാണാൻ കഴിയും. തഴവ തന്നെ പറഞ്ഞിട്ടുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നതിനെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. അത് ഓതണ്ട, ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ് എന്നല്ല. പിന്നെയോ അത് സുന്നത്താണ് എന്നാ. തഴവ ഈ വരികളുടെ കുറച്ച് മേലെയായിട്ട് അത് പറഞ്ഞത് കാണാം. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ, അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതെന്നാണെന്ന് ഇബ്നുൽ ജൗസിയും. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം, അത് സുന്നത്താണ്, അതുകൊണ്ട് മുസീബത്തൊക്കെ നീങ്ങിപ്പോകും. തഴവ പറയുന്നതാ. തഴവ തന്നെ കുറച്ച് കഴിഞ്ഞ് പറയുന്നത് കാണാം. 2 വരി കഴിഞ്ഞ് അപ്പുറത്ത് ശേഷം പറയുന്നുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിയുടെ മൗലിദ് നമ്മുടെ ഒക്കെ വീടുകളിൽ ഓതണം, അതുകൊണ്ട് മുസീബത്തുകൾ നീങ്ങും. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് ഓതിയാല് കള്ളന്റെ ശല്യം ഇല്ലാതാകും. അതുപോലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും, വിപത്തുകൾ ഇല്ലാതെയാക്കാൻ കഴിയും, കണ്ണേറും അസൂയയും അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ അത് സഹായകമാണ്. നിങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല ഇത് ആരാ? ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ.
ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തന്റെ അൽ വസായിൽ ഫി ശറഹി ശമാഇൽ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ വിപത്തുകൾ ഇല്ലാതെയാവാൻ, തടസ്സങ്ങൾ നീങ്ങാൻ, ഷെറുകൾ ഒഴിവാകാൻ അതിനുള്ള ആത്മീയമായ ഒരു പ്രതിരോധമാണ് മൗലിദ് എന്ന് പറയുന്നത്. ഒരു കവി പറഞ്ഞ വരി കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. വഹാബി ശല്യം പാടെ മുരടിക്കുന്നതാ, മൗദൂദിയും ആ നാട് വിട്ടോടുന്നതാ. മൗലിദ് ഓതിയാലുള്ള ഗുണങ്ങളാണ് അതൊക്കെ. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അതാണ് തഴവ പറയുന്നത്. ഓതണ്ട, അത് ബിദ്അത്താണ്, അനാചാരമാണ്, നരകത്തിലേക്ക് പോകും എന്നല്ല. പിന്നെയോ അത് ഓതേണ്ടതാണ്, നല്ല കാര്യമാണ് എന്നാണ്, സുന്നത്താണ് എന്നാ തഴവ പറയുന്നത്. അപ്പൊ പിന്നെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. മൗലവിമാർ ഓതുന്ന 2 വരിയ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. 2 വരിയുണ്ട്. എല്ലായിടത്തും ഓതും. ഇനി റബീഉൽ അവ്വൽ മാസം വരാൻ പോകുള്ളൂ, അപ്പോഴൊക്കെ എടുത്തു വരും. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഈ 2 വരി പഠിക്കുന്നവർക്ക് മുജാഹിദിൽ മെമ്പർഷിപ്പ് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വർത്തമാനം അങ്ങനത്തെ 2 വരി. അപ്പൊ എന്താ, അത് റബീഉൽ അവ്വൽ ഇത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് മൗലിദ് അതിന്റെ മുമ്പൊന്നുമില്ല, പിന്നീടില്ല, വിദ്യാർത്ഥാണ് എന്നാണോ? അല്ല. എന്താണ് തഴവ പറയുന്നത്? അത് തഴവയിൽ തന്നെ തൊട്ടടുത്തുള്ള വരിയിൽ അത് പറഞ്ഞത് കാണാൻ കഴിയും. അത് ചരിത്ര പ്രസിദ്ധമായ ഒരു രാജാവുണ്ടായിരുന്നു. രാജകീയ പ്രൗഢിയോടെ മൗലിദാഘോഷം നടത്തിയിരുന്ന ഒരു രാജാവ്, മുളഫർ രാജാവ് എന്ന് പറയുന്ന മഹാനായ, കാന തഖിയൻ, കാന ആലിമൻ, സാഹിദൻ, തഖിയൻ, നഖിയൻ. കിതാബുകളിൽ കാണാം. വളരെ പ്രപഞ്ചത്യാഗിയായ, പണ്ഡിതനായ, മുത്തഖിയായ, ശുദ്ധഗതിക്കാരനായ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടുള്ള വലിയൊരു നല്ല രാജാവ്. ആ രാജാവിന്റെ മൗലിദാഘോഷത്തെ കുറിച്ച് അത് ബഹുമാനപ്പെട്ട തഴവ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ ഗ്രന്ഥത്തിന്. അതിൽ പറയുന്നത് കാണാം. ആ രാജാവിന്റെ കഥ പറയാണ്. എന്താ? മുളഫർ രാജാവിനെ കുറിച്ച് പറയുന്നു. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വന്ദർമിഷ്ടന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. മുളഫർ രാജാവിന്റെ ഒരു മൗലിദാഘോഷം. മൂപ്പർക്ക് റബീഉൽ അവ്വൽ മാസം വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അരാജകീയ പ്രൗഢിയോടെ മൗലിദാഘോഷം നടത്തും. മൗലിദ് അദ്ദേഹം നടത്തുന്ന മൗലിദാഘോഷ പരിപാടിയിൽ മൗലിദ് ഓതാൻ വേണ്ടി രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഹാഫിദ് ഇബ്നു ദിഹിയ തങ്ങൾ രചിച്ചതാ. ആ ഷെയ്ഖ് ഇബ്നു ദിഹിയ കിതാബ് രചിച്ചു. മൗലിദ് കിതാബ് രചിച്ചു കൊടുത്തപ്പോ ഓതാൻ വേണ്ടിയിട്ടേ മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തു. അതിനെക്കുറിച്ചും താഴെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ദിഹിയ മൗലിദ് ഒന്ന് രചിക്കലായി, രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതാ. ഓതാനുള്ള മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തതിന് സമ്മാനായിട്ട് 1000 സ്വർണ്ണ നാണയ കൈമടക്ക്. കഴിഞ്ഞില്ല. ആ മൗലിദിന്റെ വിഭവങ്ങൾ എന്താ? അതും തഴവ തന്നെ പറഞ്ഞത് കാണാം. ഇതൊക്കെ മൗലവിമാർ മൂടി വെക്കും. അതിലെന്താ? മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. എന്തൊക്കെ പറയുന്നത്? മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000. ഏത്? 5000 ആടിനെ അറുത്തിട്ടുള്ള പരിപാടിയാ. പൊരിക്കുന്നതാണ് കോഴിയും 10,000 കോഴി, 5000 ആട് അറുത്തിട്ടുള്ള ഒരു ചെറിയ മൗലിദ് പരിപാടി. ഇതാ മുളഫർ രാജാവിന്റെ മൗലിദ് പരിപാടി. ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടൂലേ? 10,000 കോഴിയും 5000 ആടും അറുത്ത് വിഭവ സമൃദ്ധമായ മൗലിദ്. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം.
ഭക്ഷണം കഴിച്ചതിന് ശേഷം തിന്നാനുള്ളതാ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലേ? അതൊക്കെ നമുക്കറിയാം. അത് 1,30,000 പാത്രങ്ങളിൽ നിരത്തി വെച്ചിട്ടുണ്ട് എന്നാ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് 5 ആളെ വെച്ച് കൂട്ടി നോക്കി, അപ്പൊ എത്ര ആളുണ്ടാവും? പോണ്ട, ഒരു പാത്രം ഒരാൾക്ക് വെക്ക്, എന്നാൽ എത്ര ആളുണ്ടാവും? 1,30,000 പാത്രങ്ങളിലാണ്. ചിന്തിച്ചു നോക്ക്. ഇത് മാത്രല്ല, ഇത് തഴമ മാത്രല്ല, എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫയാത്തുൽ അയാൻ ബി അംബാഇ അബ്നാഇസ് സമാൻ, ഹാഫിദ് ഇബ്നുൽ ഇമാദ് ശദറാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ്, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തന്റെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ്, ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ, ഹാഫിദ് സിബ്ത് ഇബ്നുൽ ജൗസിയുടെ മിർആത്തുസ് സമാൻ, എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് കാണാൻ കഴിയും. അവരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരൊക്കെ മൗലിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതും കാണാ. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ഉലമാക്കളും സൂഫിയാക്കളും കൊടുക്കുന്ന വമ്പിച്ച സദസ്സാണ്. അവിടെ 5000 ആടും 10,000 കോഴിയും ഒക്കെ പൊരിച്ചുകൊണ്ടുള്ള സംഭവബഹുലമായ മൗലിദ്. ഇതിങ്ങനെ കേൾക്കുമുണ്ടാവും മുജാഹിദുകളെ തൊള്ളയിൽ ഇങ്ങനെ വള്ളിയെടുക്കുന്നുണ്ടാവും. ഞാൻ തിന്നാൻ പാടില്ല അതിങ്ങനെ പറഞ്ഞു. അപ്പോഴാ ഒരു കവി പറഞ്ഞ വരി എനിക്ക് ഓർമ്മ വരുന്നത്, പതും പതുങ്ങി കൊണ്ടതാവാപികൾ എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ, ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. മൗലിദാഘോഷത്തെ കുറിച്ച് മുജാഹിദിന്റെ നിലപാടാണത്. അതായത് മൗലിദാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റൂല. ആള് കാഫറ, ഓതിയ കാഫറ, ഷിർക്ക, കുഫറ, അതിന് അടുക്കാനേ പാടില്ല. അപ്പൊ ഉമർ മൗലിയുടെ ചോദ്യം, അല്ല ആ മൗലിദിനുണ്ടാക്കിയ ചോറ് തിന്നാമോ? നോക്കണേ മുജാഹിദിന്റെ അവസ്ഥ. അപ്പൊ അതിന് മറുപടി, ചോറ് 2 സൈസ് നമ്മൾ തിന്നലുണ്ട്. ഒന്ന് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തോടെ തിന്നലുണ്ട്, പിന്നെ വേറെ ലക്ഷ്യം മറ്റത് നിറക്കുക എന്നുള്ള നിലക്ക. എന്താ ഇയാൾ ഈ പറഞ്ഞത്? വയറ് നിറക്കുക എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല. ശാപ്പാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. അപ്പൊ മൗലവിമാര് പഴയ കാലത്ത് മൗലിദിന്റെ ചോറ് തിന്നാനുള്ള മസാല ഉണ്ടാക്കിയതാണത്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് മുളഫർ രാജാവിന്റെ മൗലിദാഘോഷം ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. മൗലിദ് കഴിക്കാൻ വേണ്ടി എല്ലാ വർഷവും 3 ലക്ഷം സ്വർണ്ണ നാണയാണ് മുളഫർ രാജാവ് ചെലവഴിക്കുന്നത്. രാജകീയ പ്രൗഢിയോടെയുള്ള മൗലിദാഘോഷം. അതാണ് തഴവ പറഞ്ഞത്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് ഹിജ്റ 300 ശേഷം വന്നത്. അതെന്തേ അന്ന് വരാൻ കാരണം? മൂപ്പർ അന്നാ ജീവിച്ചത്, പിന്നെ അതിന്റെ ശേഷമല്ലേ വരുള്ളൂ. അതാണ് ഇതിന് വിഷയം. അല്ലാതെ മൗലിദാഘോഷം നടത്തി തന്നതിന് മുമ്പ് ആരും മൗലിദാഘോഷം നടത്തിയിട്ടില്ല. അത് ബിദ്അത്താണ്, അനാചാരാണ്, പാടില്ല എന്ന് ഒരു കിതാബിലുമില്ല. ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ആ ഭാഗം നിർത്തി വെക്കും. നിങ്ങൾ തിന്നത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷേ ഞങ്ങൾ തിന്നതല്ല, പണ്ട് മുളഫർ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കി അന്നത്തെ ഉലമാക്കൾ തിന്നതാ. ഞങ്ങള് ചങ്ങായി എങ്ങനെ 1000 കോഴി 10,000 കോഴി തിന്നാൻ പോയിക്കോ? നമ്മൾ ചോദിക്കാൻ പറയുമ്പോൾ മാന്യമായിട്ട് പറയണം, വ്യക്തിഹത്യ നടത്താൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ പറ്റി ഞങ്ങൾ തിന്നതാന്ന് പറയാൻ പാടില്ല. ഞങ്ങളല്ല തിന്നത്, പൂർവികർ തിന്നതാ. മുജാഹിദ് പ്രസ്ഥാന ഒരു സ്ഥലത്തും അങ്ങനെ തിന്നാൻ വന്നിട്ടില്ല. അത് വെറുതെ ആക്ഷേപമാണ്. ഞാൻ പറയുന്നില്ല നമ്മളെ വ്യക്തിഹത്യ നടത്തിയത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകല് ഹറാമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തയ്യാറാക്കിയ 6ാം ക്ലാസ്സിലൊരു പുസ്തകമുണ്ട്. മദാരിജുത്തുല്ലാബ് എന്നാണ് പേര്. അതിലുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ ഹറാമാകുന്നതിന് ഒരു റീസൺ ക്ഷമിക്കണം, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹറാമാണല്ലോ, നിങ്ങൾ മണർക്കാട് ഒക്കെ എഴുതി ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് പറയുന്നത് ക്ഷമിക്കണം. അതിൽ നിങ്ങളൊരു കാരണം ഇല്ലത്ത് പറയുന്നത് ഖുറൂജാണ്. പുറപ്പെട്ടാല് ഫിത്ന ഉണ്ടാകും, അതുകൊണ്ടാണ് ഹറാമാകുന്നത്. ഫിത്നല്ലെങ്കിലോ കറാഹത്തെ ആവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു നല്ല ഇബാദത്തിനെ ആ കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങള് ഇല്ലാതാക്കാം. അതേസമയം ആ അനാചാരങ്ങൾ മാത്രമല്ല, ഖബർ സിയാറത്ത് എന്നും പറഞ്ഞ് അവിടേക്ക് ശിർക്ക് ചെയ്യാൻ പോകുക, അവിടെ പോയി വലം വെക്ക്, പ്രദക്ഷിണം ചെയ്യുക, സുജൂദ് ചെയ്യുക, അവിടെ പോയി ചന്ദനത്തിരി കത്തിക്കുക, അതുപോലെ നിലവിളക്ക് ഉണ്ടാക്കുക, അതുകൊണ്ടേ അവിടെ കൊടുക്കുക, പാമ്പിനെ കൊടുക്കുക,
ഇതൊക്കെ നമ്മൾ കണ്ടതാ. അങ്ങനത്തെ അനാചാരങ്ങളും ശിർക്കും ചെയ്യാൻ വേണ്ടി നിങ്ങൾ സുന്നത്താണ്, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതിലെ വൈരുദ്ധ്യം എന്താ അതൊന്ന് മനസ്സിലാക്കി തന്നാൽ വളരെയധികം ഒരു സന്തോഷം ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തിന് മറുപടി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷമുള്ള മറുപടി തന്നെ പറയും. നേരത്തെ ഉസ്താദ് ഇവിടെ വിഷയം അവതരിപ്പിച്ചത് എന്റെ സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലോകത്ത് ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ വന്നത് 1300 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നിങ്ങളുടെ ഉദ്ധരണി തന്നെ വെച്ചിട്ടാണ് ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നത്. ഇപ്പോ ഇയാള് പറയുന്നു സുന്നികള് പെണ്ണ് പള്ളിയിൽ പോവാന്നുള്ള ഒരു പുണ്യകർമ്മത്തെ വിലക്കുന്നു, എന്നിട്ടോ ഖബർ സിയാറത്ത് എന്നതിലേക്ക് അവര് വിടുകയും ചെയ്യുന്നു. ഇതിലെ വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത് എന്ന്. വൈരുദ്ധ്യങ്ങൾ മാത്രം പറയുന്ന വഹാബികൾക്ക്, മുജാഹിദുകൾക്ക് ഇവിടെ എന്താ വൈരുദ്ധ്യം? ഞങ്ങൾക്ക് പറയാനുള്ളത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്ന് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങൾ പള്ളിയിലേക്ക് വരട്ടെയോ, ഞങ്ങൾക്കും ആ കൂലി വേണ്ടയോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞത്, ഇൻസരിഫി അയ്യതുഹൽ മർഅ, പെണ്ണെ നീ പോയിക്കൊള്ളുക, നിനക്ക് നിന്റെ വീടാണ് ഉത്തമമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന, പെണ്ണ് നിസ്കരിക്കേണ്ടത് വീടിന്റെ ഉള്ളിന്റെ അറയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പിന്നെ എങ്ങനെ നിങ്ങൾ തടയുക എന്നാ ചോദിച്ചത്. മഹദിയായ ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നി ഉഹിബ്ബുസ് സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അങ്ങയോടൊന്നിച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് സഹാബത്ത് മഅ്മൂമികളായി നിസ്കരിക്കുന്ന, ആയിരക്കണക്കിന് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഈ മസ്ജിദുൻ നബവിയിൽ അങ്ങ് ഇമാമായി നിസ്കരിക്കുന്ന, സഹാബത്തെ കിറാം മഅ്മൂമായി നിസ്കരിക്കുന്ന ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നബിയെ എന്ന് ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമ്മു ഹുമൈദിനെ പള്ളിയെ തൊട്ട് തടഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് മാത്രമല്ല സഹാബത്ത് മുഴുവനും തടഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആതിഖയെ പള്ളിയെ തൊട്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്ന സ്ത്രീകളെ അടിച്ചോടിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു പറയുന്നു, വഖദ് മനഅഹുന്ന ഖൽഖുൻ ഗൈറു ആയിഷത, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാത്ത ഒരുപാട് സഹാബത്ത്, ആയിഷ ബീബി അടക്കമുള്ള സഹാബത്തെ കിറാം സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടഞ്ഞിട്ടുണ്ടെന്ന് ഇമാമുമാർ അവർ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുമ്പോൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുമ്പോൾ നാം പറഞ്ഞത് സഹാബത്ത് എന്താണോ പഠിച്ചത്, നേരത്തെ സക്കരിയ സലാഹി പറഞ്ഞതും അത് തന്നെയാണല്ലോ. സലഫ് എങ്ങനെയാണ് പറഞ്ഞത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ 1400 പാരമ്പര്യം എങ്ങനെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പാരമ്പര്യം എന്താണ്? 1300 വർഷക്കാലം കേരളത്തിൽ സഹാബത്ത് പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളി ആദ്യമായിട്ട് ഒദായിലെ പള്ളിയിലാണ് ആമിനക്കുട്ടിയും ഖദീജക്കുട്ടിയും വന്നത് എന്നാണ് ഇവർ തന്നെ എഴുതിയത്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിട്ടില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആരും തന്നെ പള്ളിയിൽ പോയിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നേരത്തെ കേൾപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പ്രമാണം ഉദ്ധരിച്ച് ഉസ്താദ് നേരത്തെ ഇതൊക്കെ പറഞ്ഞതാ. പിന്നെ അദ്ദേഹം കുറെ എന്തൊക്കെ നമ്മുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. ഖബർ പോയിട്ട് സുജൂദ് ചെയ്യുക, അതിന് നിങ്ങൾ എതിർക്കണില്ല. ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യണമെന്ന് ഏത് സുന്നി എവിടെയാണ് പറഞ്ഞത്? ഖബറിന്റെ അടുത്ത് നടക്കുന്ന അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവനും പാടില്ല എന്ന് സമൂഹത്തോട് ആദ്യമായി പറഞ്ഞത് അത് സുന്നികളാണ്, സുന്നി പണ്ഡിതന്മാരാണ്. MA ഉസ്താദിനെ പോലുള്ളവരുടെ ഉദ്ധരണികൾ അതിന് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങളുടെ പൂർവികരായ മൗലവിമാരും പറഞ്ഞത് പെണ്ണ് പള്ളിയിൽ പോകൽ സുന്നത്തില്ല എന്നാണ്. ഇപ്പൊ അയാൾ ചോദിക്കുന്നു സുന്നത്താണ്, ആ സുന്നത്തിനെ എങ്ങനെയാണ്, ആ പുണ്യകർമ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ തടയുന്നത് എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ഥാപക നേതാക്കന്മാർ എങ്ങനെയാണ് തടഞ്ഞത് എന്നാണ്. അതുപോലെ നബിതങ്ങളും സഹാബത്തും താബിയങ്ങളും തബഉ താബിയങ്ങളും തടഞ്ഞതുകൊണ്ട് ഞങ്ങളും തടയുന്നു എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് ഖബറിന്റെ അടുത്ത് നടക്കുന്ന സുജൂദ് അതുപോലത്തെ അനാചാരങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടേണ്ടതില്ല, അത് പാടില്ല എന്ന് സമൂഹത്തിന് മുന്നിൽ എന്നും എപ്പോഴും പറയുന്നവരാണ് സുന്നികൾ. പിന്നെ ഇവരെ പോലത്തെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മുടെ മേൽ ആരോപിക്കുക.
നമുക്കറിയാം ഇവിടെ തയ്യോടുചിറ അടുത്ത് ഒരു സംഭവം നടന്നത്, പറയപ്പെടുകയുണ്ടായി അവിടെ ഒന്ന് സുജൂദ് ചെയ്യുന്ന ഒരു മുജാഹിദ്, എന്നിട്ട് അയാൾ ഫോട്ടോ എടുക്കുക, എന്നിട്ടോ അത് സുന്നികൾ ചെയ്യുന്നു പറയാൻ. ഇതുപോലത്തെ കാപട്യം സമൂഹത്തിൽ നടത്തിയിട്ട് അത് നമ്മുടെ മേലിൽ ആരോപിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വല്ല സുജൂദും എവിടെയെങ്കിലും നടക്കുന്നുവെങ്കിൽ അത് പാടില്ല, അത് ചെയ്യൽ തെറ്റാണ് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ മേലിൽ ആരോപിക്കേണ്ടതില്ല എന്നാണ് എന്റെ സുഹൃത്തിനോട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പോ മഹാനായ ഉസ്താദ് ഒരു കവലപ്രസംഗം നടത്തിയെന്നല്ലാതെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഞാൻ ചോദിച്ചത്, നിങ്ങളെ പുസ്തകത്തിൽ സ്ത്രീ ഖുറൂജ് പള്ളിക്ക് പോകാൻ വേണ്ടി പുറത്തു പോകുന്നത്, ആ ഖുറൂജാണ് അവിടെ ഇല്ലത്ത് പറയുന്നത്, കാരണം പറയുന്നത് അതാണ് ഹറാമാവാനുള്ള കാരണം. ഫിത്ന ഭയപ്പെട്ടു, ഫിത്ന ഉണ്ടെങ്കിൽ പോകൽ ഹറാമ്, ഫിത്നിലേക്ക് പോകല് കറാഹത്ത്. ആ ഇല്ലത്ത് തന്നെയല്ലേ ഈ മഹാന്മാരെന്ന് പറയുന്നവരുടെ കബറിലേക്ക് പോകലും അവിടെ ചന്ദന തിരി കത്തിക്കാൻ പോകുന്നതിന്റെ ഒക്കെ ഇല്ലത്ത് ഒന്ന് തന്നെയല്ലേ? അവിടെ ഇഖ്തിലാത്ത് വരുന്നില്ലേ? കൂടിക്കലരിൽ വരുന്നില്ലേ? അതുപോലെ ഇവിടെ പ്രത്യേക ബസ്സൊന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ. അതിന് പോണത് ഈ KSRTCയിലും അതുപോലുള്ള ബസ്സിലും ഇഖ്തിലാത്തും അതുപോലെ ബൈക്കുമൊക്കെ ഇത് പറഞ്ഞ പോലെ കയറിയിട്ട് തന്നെയാണ്. അപ്പൊ അതിനെന്താണ്? അവിടെ ഒരു ഹറാമില്ല, അവിടെ സുന്നത്താവും പുണ്യകർമ്മം. ഇവിടെയോ ആ പെണ്ണ് ആരാധന ചെയ്യാൻ പോകുന്ന അവകാശത്തെ ഇല്ലാതാക്കുക, എന്നിട്ട് അത് ശിർക്ക് കുഫർ ചെയ്യാൻ പാടില്ല. അതിന്റെ വസ്തു ഒന്ന് വ്യക്തമാക്കി തരണം. സുഹൃത്ത് രോഷമാവേണ്ടതില്ല. സന്തോഷമുള്ള മറുപടി കേൾക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. പിന്നെ ആശയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വലിച്ചിഴക്കേണ്ടതില്ല. ഞങ്ങൾക്കും പലതും പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആമാശയം മറ്റൊന്നും പറഞ്ഞ് കളിയാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഇബ്നു തഹയ്യ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന പിന്നീട് ജീവിച്ച മുഴുവൻ ഉലമാക്കളെയുമാണ് എന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുന്നത് നന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഖബർ സിയാറത്തിനെയും സ്ത്രീ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോവലിനെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾ പറയുന്നു, പെണ്ണ് പള്ളിയിലേക്ക് പോവണമെന്ന് നിർദ്ദേശിച്ച, പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഏതെങ്കിലും ഒരു ആയത്ത്, നേരത്തെ ഉസ്താദ് പറഞ്ഞതാ, അല്ലെങ്കിൽ ആയത്ത് 6666 ആയത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിൽ പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ പുണ്യകർമ്മമാണെന്ന് കുറിക്കുന്നത് കാണിക്കാൻ ഇന്നുവരെ ഒരു മുജാഹിദ് മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അങ്ങനെ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ നേതാവ് നേരത്തെ എഴുതി വെക്കുകയും ചെയ്തത്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ പുണ്യകർമ്മമാണ് എന്ന ഒരു ആയത്തുമില്ല, ഒരു ഹദീസുമില്ല. മറിച്ച് പെണ്ണ് വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യമെന്ന് കൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിസ്കരിക്കാൻ വരേണ്ടുന്ന ആ പുണ്യകർമ്മത്തെ നാം തടയുകയാണ്. ആ ഒന്നാമത്തെ ചോദ്യത്തെ ഞാൻ ഗണ്ണിച്ചത് അത് പച്ച തെറ്റാണ്, അത് പൊള്ളാണ്, അത് കള്ളമാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടിയതാ. അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിൽ സ്ത്രീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന, പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യകർമ്മം എന്ന് പറയുന്ന ഒരു ആയത്തും ഒരു ഹദീസും ഒരു കിതാബിലും എവിടെയും കാണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാം. പിന്നെ എന്നാൽ സിയാറത്ത് എങ്ങനെയാണോ? സ്ത്രീകള് നമുക്കറിയാം, ഇങ്ങനെ ഇയാളൊരു കാരണം പറഞ്ഞല്ലോ, ഫിത്ന ഭയപ്പെടാണെങ്കിൽ പോകാൻ പാടില്ല എന്നാണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് സ്ത്രീകൾ വരുന്നുണ്ട്, ഹജ്ജിലേക്ക് സ്ത്രീകൾ വരണ്ട എന്നൊരു സുന്നിയും പറയുന്നില്ല. കാരണം എന്തേ? സ്ത്രീക്കും പുരുഷനും ഹജ്ജുണ്ട്. ഇങ്ങനെ ഒന്ന് സ്ത്രീക്കും പുരുഷനും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? സ്ത്രീയും പുരുഷനും പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് പുണ്യകർമ്മമെന്ന് ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടോ? അതുപോലെ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമു പഠിക്കാൻ വേണ്ടി പോകണം, അത് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ സിയാറത്തിന് നബി തങ്ങൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ സിയാറത്തിന് പോകുമ്പോൾ എന്താണ് നബിയെ ഞാൻ ഖബറാളികളോട് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന ദിക്ർ എന്ന സലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ ഭാര്യമാർ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്, നബി തങ്ങളുടെ മക്കൾ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. ആദ്യം നിങ്ങൾ അതിനെ തൊട്ട് വിലക്കിയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പോവാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരു ഭാര്യ
ജമാഅത്തിന് വേണ്ടി ജുമാക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി. എത്രത്തിൽ നബി തങ്ങളുടെ വീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയും എങ്ങനെയാ? നബി തങ്ങളുടെ വീടിന്റെയും പള്ളിയുടെയും ചുമരൊന്നായിരുന്നു. ആ ചുമരിലൂടെ അങ്ങോട്ട് കടന്നാൽ മസ്ജിദുൻ നബവിയിൽ എത്താമായിരുന്നു. ഏത് മസ്ജിദുൻ നബവി? ഇവിടെ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ ആയിരക്കണക്കിന് റക്അത്തിന്റെ പുണ്യമുള്ള മസ്ജിദുൻ നബവി. ഏത് മസ്ജിദുൻ നബവി? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന പള്ളി, സഹാബത്തെ കിറാം മഅ്മൂമായി നിസ്കരിക്കുന്ന പള്ളി. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്തുകൊണ്ട് പോയില്ല? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്തുകൊണ്ട് സിയാറത്തിന് പോയി? ഇത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പാടില്ല എന്ന് പറയുന്നു, സിയാറത്തിന് പാടുണ്ട് എന്ന് പറയുന്നു. സിയാറത്തിന് പോകണമെന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോയിട്ടുണ്ടെന്ന് കിതാബുകൾ ഞങ്ങൾ കാണുന്നു. സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവൽ സുന്നത്താണെന്ന ഒരു ആയത്തും ഒരു ഹദീസും ഒരു കിതാബിലും എവിടെയുമില്ല. എന്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നത് നന്ന്. നിങ്ങൾ പറഞ്ഞതിപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് ഖുർആനിൽ എവിടെയും കാണാൻ കഴിയില്ല. അതിപ്പോ നേരത്തെ നിങ്ങളെ ഇവിടെ പ്രസംഗിച്ച ഉസ്താദ്, എന്താ പേര്, കൊളത്തൂര് ഉസ്താദ്, അദ്ദേഹം പറഞ്ഞു നിസ്കാരം 5 വക്തൊന്നും ഖുർആനിലില്ലാന്ന്. അപ്പൊ അങ്ങനെ എല്ലാം ഖുർആനിൽ നിങ്ങൾ തപ്പി തെരഞ്ഞ് നടക്കണ്ട, കയ്യ് കടയുള്ളൂ. അപ്പൊ നിങ്ങൾ ഹദീസിലൊക്കെ ഒന്ന് തപ്പുക. അത് വേണ്ട, ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. 5 വക്ത് നിസ്കാരത്തിന് തെളിവ് ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പച്ച നുണ പറയരുത് മുഖത്ത് നോക്കിയിട്ട്. ഞാൻ പറഞ്ഞത് 5 വക്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് രണ്ടും രണ്ടാ. 5 വക്ത് നിസ്കാരം നിർബന്ധമില്ല എന്ന് ഖുർആനിൽ ഉണ്ട് എന്ന് പച്ച നുണ ചേകന്നൂരിന്റെ വാദമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന ഈ 5 പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. അത് തമ്മിൽ എതിരുണ്ട്, മനസ്സിലാക്കണം. നുണ പറയരുത്. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉള്ളതാണ്, തത്സമയം റെക്കോർഡ് ചെയ്യും. പിന്നെ ഖുർആനിൽ അങ്ങനെ ഈ ആശയം ഉണ്ട്. നബിദിന ആഘോഷത്തിന് തെളിവാകാൻ പറ്റുന്ന ആയത്തുകൾ ഹദീസുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അതുപോലൊരായത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരണമെന്ന് കൽപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരായത്ത് ഈ പദത്തിലായിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏത് പദമായിട്ടാണ് ഈ ആശയമുള്ള ഒരായത്ത് ഖുർആനിൽ കാണിക്കാൻ കഴിയില്ല. ഇതാ ഇവിടെ പറഞ്ഞത്. ഇത് രണ്ടും രണ്ടാണ്. ഇനം തിരിച്ചു മനസ്സിലാക്കണം, എന്തെങ്കിലും പറയരുത്. പിന്നെ ഇവിടെ മക്ബറയിലേക്ക് എത്തിയാൽ അവിടെ വല്ലാതെ സ്ത്രീകൾ കൂടുന്നുണ്ട്, അവിടെ സ്ത്രീകൾ സംഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അനാചാരമാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ് എന്നാ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് പള്ളിയിൽ വന്ന്, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു സ്ത്രീകൾ വരാൻ പാടില്ല, ഹറാം തന്നെയാണ്. അത് പള്ളി മക്ബറയിൽ മാത്രമല്ല, മുജാഹിദിന്റെ സമ്മേളനത്തിലും അങ്ങനെ തന്നെയാണ്. മുജാഹിദ് പള്ളിയിലും വരാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിലും വരാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ ഹിറാ നഗറിലും വരാൻ പാടില്ലല്ലോ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഇതാ കേരള വനിതാ സമ്മേളനം എന്ന പേരിൽ കുറ്റിപ്പുറത്ത് നടത്താൻ പോവാണ് അല്ലെ? സ്ത്രീകളെ മുഴുവനും മാറ്റിത്തെളിച്ചു കൊണ്ടുപോവാണ്. ഇത് ഏതാ മതം ഞങ്ങൾക്ക് അറിയണില്ല. കഴിഞ്ഞോ മുജാഹിദുകൾ തന്നെ ചങ്ങരംകുളത്ത് നടത്തിയ മുജാഹിദ് സമ്മേളനം നിങ്ങൾക്കറിയോ? അവിടെ സ്ത്രീയും പുരുഷനും എങ്ങനെയായിരുന്നു എന്ന്? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കണ്ടോളി. ആ സ്ക്രീനിൽ കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇതാ, ഇത് പിന്നെ ആണും സ്ത്രീകളും പുരുഷന്മാരുമാണ്. സ്ത്രീകളുടെ കൗണ്ടറാണ് അത്, ഞാൻ പിന്നീട് കാണിക്കും. അവിടെയാണ് ഈ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂടി തമ്മിൽ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. നിങ്ങൾ കണ്ടാൽ മതി. അതിന്റെ അവസ്ഥ എന്താണ് വെച്ചുകൊടുക്ക്. വേറൊന്ന് കണ്ടോ, പുരുഷന്മാർ വളണ്ടിയർമാര്, അപ്പുറത്ത് ഇപ്പുറത്ത് സ്ത്രീകൾ, ഇങ്ങനെ എന്താണ് പോലെ. ഇതൊക്കെ ഏതാ ഖുർആൻ സുന്നത്ത് നമുക്ക് അറിയണില്ല, ഏതായത്തിലുള്ളത് എന്നാവും. വെച്ചുകൊടുക്ക്. ആ ലേഡീസ് കേട്ടോ, ലേഡീസ് മേലെ എഴുതി വെച്ചോ നിങ്ങൾ, ലേഡീസ്. അതിലാ താടി വെച്ച ആള് ലേഡീസാന്ന് എഴുതണ്ട. അങ്ങനെ ഒന്നല്ല, ഒരുപാട് താടിക്കാരുണ്ട്. ലേഡീസിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടി. അപ്പൊ എന്താ ഓൽക്കും മനസ്സിലായി ഇവിടെ നിന്നാലേ കാര്യമുള്ളൂ, മെച്ചുള്ളൂ എന്ന് ഓൽക്കും മനസ്സിലായി. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ വീഡിയോ സെറ്റിന്റെ ഒക്കെ ഞാനിപ്പോ അതെല്ലാം കൂടി വെക്കുമ്പോ സമയം നീണ്ടു പോകുന്നത് കൊണ്ടാണ്. അതിങ്ങനെ അത് വെച്ച അതിൽ കാണാൻ ജഗപ്പുക. നമ്മളെ മക്ബറയും അതുപോലെ തന്നെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നമ്മുടെ മക്ബറയിലോ നേർച്ചകളിലോ നടക്കുന്നതൊന്നും ഒന്നുമല്ല. അതിൽ ആ തെറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് മക്ബറയിൽ വന്നാലും കല്യാണത്തിന് വന്നാലും ഒക്കെ തെറ്റ് തന്നെയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദുകൾ ഇത് തെറ്റാന്ന് പറയും ചെയ്യുക, എന്നിട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതേതാ മതം ഞങ്ങൾക്കറിയുന്നില്ല. അതാ
അപ്പൊ ഇതെല്ലാം കൂടി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഒക്കെ ലേഡീസ് അതിന്റെ സംഗതി. എന്നിട്ട് അവിടെ നടക്കുന്ന ഹറാമുകൾ കൂത്തരങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? അപ്പൊ അതൊന്നും നമ്മൾ കൂടുതൽ പറയണ്ട. മതനിയമങ്ങൾ പറയാനുള്ള അധികാരം പണ്ഡിതന്മാർക്കാണ്. ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതർ പറയട്ടെ. അവര് പറയുന്നു സിയാറത്ത്, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ, സാധാരണക്കാരല്ല, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും പുണ്യകർമ്മമാണ്. അത് പറഞ്ഞ പണ്ഡിതന്മാരാരും സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും സ്ത്രീകൾ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് പോവണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാടുമില്ല. ഇതാണ് നമുക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. സിയാറത്തിന് പോവൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ഉസ്താദ് മുഖാമുഖത്തിന് വരുമ്പോ ഒന്നുകിൽ ഫതഹുൽ ബാരി എങ്കിലും ഉസ്താദ് വായിച്ചു തരാമായിരുന്നു. സ്ത്രീകൾ തീരെ പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നിങ്ങനെ ഘോരമായിട്ട് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ പണ്ഡിതനായ ഫതഹുൽ ബാരി തന്നെ സ്ത്രീകൾ എല്ലാ നമസ്കാരങ്ങളിലും, ശരിക്കും കേൾക്കണം, സ്ത്രീകൾ എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നേരത്തെ വായിച്ചു. ഓ നീ പെണ്ണെ നീ പൊയ്ക്കോ എന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്. പക്ഷെ കിതാബൊന്നും എടുക്കുന്നില്ല. അവിടെ നിന്ന് എടുത്താ എന്താ പള്ളി പൊളിയും അതെന്നെ. എന്നിട്ട് പറയാ പോയിട്ടില്ല അത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ വരികളിൽ പങ്കെടുക്കൽ അവരുടെ പതിവായിരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ദായിമായിരുന്നു എന്ന് പറഞ്ഞാൽ പതിവായിരുന്നു എന്ന്. ദായിമിന്റെ അർത്ഥം പതിവായിരുന്നു എന്ന്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, നേരത്തെ ഒരു ഇബാദത്ത് വായിച്ചു ഉസ്താദ് ഷാഫിർ അലവിന്റെ ഉമ്മില്. നിങ്ങളുടെ വിചാരം നമ്മളൊന്നും ഉമ്മ കാണാത്തന്ന എന്നാ ഉമ്മ അല്ല അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് പോരെ. നമ്മള് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഇബാറത്താണ് പറഞ്ഞത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരിയുടെ മുസന്നിഫാണ്. മഹാനവറുകൾ മലയാളിയല്ല, അവര് അറബിയാണ്. മിസ്റിലാണ് മഖ്ബറ. വിനീതനായ ജ്ഞാനി റമദാനിന് ശേഷം സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചരാഷ്ട്ര സിയാറത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ മഖ്ബറ അൽഹംദുലില്ലാഹ് മിസ്റിൽ പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മിസ്റിലാണ്, അറബിയാണ്. മൂപ്പര് മലയാളത്തിൽ പറയില്ലല്ലോ. അപ്പൊ നിങ്ങളാ വായിച്ചത് മലയാളത്തിലാണല്ലോ. അത് അദ്ദേഹം ഇബ്നു ഹജർ പറഞ്ഞതാണെങ്കിൽ അറബിയിലായിരിക്കും. അതുകൊണ്ട് ആ കിതാബ് ഒന്ന് എടുത്ത് വായിക്കുക. അതാണ് നമുക്ക് പറയേണ്ടത്. ഒന്ന്, ഞങ്ങൾ വായിച്ചത് കിതാബ് വായിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് നുണയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഹദീസ് വായിച്ചപ്പോ കിതാബ് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കിതാബ് ഇതാ അസ്മാ ബീവിയുടെ സംഭവം വായിച്ചപ്പോ ഇതിന്റെ 518 പേജിൽ ഈ സംഭവം വളരെ വ്യക്തമായി ഞാൻ വായിച്ചു. കിതാബ് മറിച്ചുകൊണ്ട് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറബി തിരിയുമെങ്കിൽ ഈ പറഞ്ഞത് ഇതിൽ ഉണ്ടോ ഇല്ലേന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇൻസ്വരിഫി അയ്യത്തുഹൽ മർആന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വായിച്ച ഇബാറത്ത് ഇതിൽ ഉണ്ടോന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ വളണ്ടിയർമാരുടെ അരികിൽ ഞാനിത് കൊടുത്തയക്കാം. അതേ അവസരത്തിൽ നിങ്ങൾ വായിച്ച ഇബാറത്തുള്ള കിതാബ് അതൊന്നുകൂടി ഞാൻ കാണട്ടെ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിക്കട്ടെ, അറബിയിലൊന്ന് വായിക്കട്ടെ. ഇബ്നു ഹജർ തങ്ങള് മലയാളി അല്ലല്ലോ, അറബിയിലൊന്ന് വായിക്കട്ടെ, മൈക്ക് കൊടുക്കൂ, എന്നിട്ട് മതി എനിക്ക് കിതാബ് ഇബാറത്ത് വായിക്കും. അതിനിപ്പോ ഞങ്ങൾക്ക് നിങ്ങളെ പോലുള്ള ലോകത്തുള്ള ലൈബ്രറിയിലുള്ള കിതാബൊക്കെ ഫണ്ടല്ല പതിവ്. ഞങ്ങൾ ആ ഇബാറത്ത് വായിച്ചത് ആ അല്ല തക്ബീർ കൊണ്ടാണ് എല്ലാ മുഖാമുഖം ജയിക്കാറുള്ളത്. ഉറപ്പന്നല്ലേ? അതന്നെ തക്ബീർ കൊണ്ട് തന്നെ ജയിക്കാറ്. കാരണം മുസ്ലിങ്ങൾ എല്ലായിടത്തും ജയിച്ചത് തക്ബീർ കൊണ്ട് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു വാചകം ഉണ്ടോ? അങ്ങനത്തെ ഒരു വാചകം ഇല്ലേ? ഇല്ല. വന്നിരുന്നു. ഫതുഹുൽ ബാരി അറബിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അറബിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മലയാളത്തിൽ അങ്ങനെ ഒരു പദം ഇല്ല.
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഫതുഹുൽ ബാരി നോക്കി വായിക്കാവുന്നതാണ്. ഫതുഹുൽ ബാരി അറബി ഭാഷയിലാണ്. അറബിയിൽ വല്ലതുമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതുമാണ്. നിങ്ങൾ ധൈര്യം പറയും ഇങ്ങനത്തെ വാചകം അറബിയിൽ അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് പേജ് നമ്പർ അറിയില്ലേ? രണ്ടാമത്തെ വാള്യം 197-ാമത്തെ പേജിൽ നോക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ വായിക്കുന്നത് ഞങ്ങളല്ല നോക്കുക, അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അങ്ങനെ ഒരു ഇബാറത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഇല്ല എന്നുള്ള ഞങ്ങളല്ല തെളിയിക്കേണ്ടത്, ഉണ്ട് എന്നുള്ള നിങ്ങളാ തെളിയിക്കേണ്ടത്. ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ അതിന്റെ അർത്ഥം വായിച്ചു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് ശരി. അപ്പൊ അസ്കലാനി പറഞ്ഞതല്ല, നിങ്ങൾ ഏതോ ഒരു മൗലവി എഴുതിയത് കൊണ്ടുവന്നതാണ്. അത് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് ആ മൗലവിങ്ങളെ പറ്റിച്ചതാണ്. മൗലവിമാര് നിങ്ങളെ പറ്റിച്ചതാണ്. സങ്കടപൂർവം അറിയിച്ചു കൊള്ളുന്നു. ഇനി പറയും ഹാഫിദ് ഇബ്നു അസ്കലാനി പറഞ്ഞത് അറബിയിലാണ്. അറബി ഉണ്ടെങ്കിൽ വായിക്കാം. അപ്പൊ എന്തായാലും കിതാബ് എടുത്ത കള്ളി പൊളിയെന്ന് മനസ്സിലായിപ്പോ. ഉറപ്പല്ലേ? കിതാബ് എടുത്താൽ കള്ളി പൊളിയുന്നത് ഉറപ്പാണ്. കള്ളി പൊളിയുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ കിതാബ് എടുക്കാത്തത്. ഞാൻ പറഞ്ഞതിന് കിതാബ് ഞങ്ങൾ എടുത്തു. കാരണം ഞങ്ങൾക്ക് ധൈര്യമാണ് കള്ളി പൊളിയിലാന്ന്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് നോക്കി ഒന്ന് കൊണ്ടു കൊടുത്താണ്. യാ അല്ലാഹ് ഒന്ന് കൊണ്ടെടുക്കും. ഞങ്ങൾ പറഞ്ഞതിന് ധൈര്യം ഉണ്ടോ ഇല്ലെന്ന് അപ്പൊ നോക്കാലോ. നിങ്ങൾ പറഞ്ഞത് ഉണ്ടോന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്ക് ഇതൊക്കെ പുത്തിരിയല്ല. പടച്ചോനെ തൗഫീഖ് കൊണ്ട് ഇതൊക്കെ പലപ്പോഴും കേട്ടതാ. അവിടെ നീ നുണ ഇങ്ങനെ പറയാ, ഏതോ മൗലവിമാര് എഴുതിയത് ഇങ്ങനെ വായിക്കുക, അത് ഖുർആൻ സുന്നത്ത് പറഞ്ഞ വിഴുങ്ങ സഫാത്ത് പറയാ, അതൊന്നും ഞങ്ങളെ മുമ്പിൽ നടക്കൂല. നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബ് വായിക്കാൻ ഞങ്ങളോട് നിൽക്കണേ. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. നിങ്ങൾ കൊടുന്ന ആ കിതാബ് ഞങ്ങൾ വായിക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ വായിക്കാനുള്ളതല്ല നമ്മള്. നിങ്ങൾ പറയുന്നത് ഫതുഹുൽ ബാരി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? ഫതുഹുൽ ബാരിയിൽ അങ്ങനെ മലയാളത്തിൽ ഇല്ല. ഞാൻ മലയാളത്തിൽ ചോദിച്ചിട്ടില്ല ഉസ്താദേ. മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഫതുഹുൽ ബാരിയിലുള്ളത് അറബിയിലാണ്. അറബി ഇബാറത്ത് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ മൗലവിമാര് എഴുതി വെച്ചത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങളെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ ചോദ്യത്തിനാണ് ഞാൻ പറയട്ടെ, നിങ്ങളെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ചോദ്യമായിരിക്കണം. നിങ്ങൾ പറയുന്നത് ഫതുഹുൽ ബാരിയിൽ ഉണ്ട് എന്നാണ്. അത് ചോദ്യമാവണമെങ്കിൽ ഫതുഹുൽ ബാരിയുടെ ഇബാറത്ത് വായിക്കണം. അത് അറബിയിലാണ്, അത് വായിക്കണം. അപ്പോഴേ ചോദ്യമാവൂ. നിങ്ങൾ ഏതോ മൗലവി എഴുതിയത് ഫതുഹുൽ ബാരിയുടെ പേരിൽ വായിച്ചാൽ അത് ചോദ്യമാവൂല. അതേ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞതിന് കിതാബാണ് ഇവിടെ തെളിയിക്കുന്നത്. ആ കിതാബിലുള്ളത് നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ അത് വിളിച്ചു പറയാം. ഇതാണ് യാഥാർത്ഥ്യം. നുണ പറയരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യം സാധാരണ മുജാഹിദിന് ഉത്തരം മുട്ടുകയെന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ മുജാഹിദിന് ചോദ്യവും മുട്ടുകയാണ്. കാരണം ഉത്തരവും മുട്ടുക ചോദ്യവും മുട്ടുക, അങ്ങനെ ഒരു അവസ്ഥയിലപ്പം മുജാഹിദ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം അതല്ലെങ്കിൽ വേറെ ചോദിക്കാം. അല്ല അതിന്റെ അറബി ഇബാറത്ത് അറിയെങ്കിൽ അത് ചോദിക്കും ചെയ്യാം, അതിനും കുഴപ്പമില്ല. ഞാൻ അർത്ഥം വെച്ചാലും ഉസ്താദ് അർത്ഥം വെച്ചാലും ഇതേ മലയാളത്തിലുള്ള അർത്ഥം തന്നെയാണ് ഉസ്താദ് വരിക. അല്ല അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അല്ല എന്തെങ്കിലും വായിക്കാൻ മടി, നിങ്ങളല്ല വായിക്കാൻ മടി, ഇരിക്കല്ലോ. ഞാനിവിടെ വായിച്ചത് അല്ല നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വായിക്കും. എന്താ പീ കേൾക്കണ റബ്ബേ? ഞാൻ അതിന്റെ അർത്ഥം വായിച്ചല്ലോ, ഉസ്താദിന്റെ ഒന്നും വായിക്കുന്നില്ല. ഞാൻ പറയും ഉസ്താദ് അല്ലേ ഇല്ലാതല്ല ഞാനീ പറഞ്ഞത്. പിന്നെന്താ അങ്ങനത്തെ സംഭവം ഇല്ലാതോ? ഇല്ലാതെ സമൂഹത്തിന് ആ ഫതുഹുൽ ബാരി എടുത്തുകൊണ്ട് വായിച്ചു കൊടുക്കണം. അതെ നിങ്ങൾ പറയും, വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ അതിന്റെ ഇബാറത്തിന്റെ അർത്ഥമാണ് വായിച്ചത്. ഞാൻ വായിച്ചാലും ഉസ്താദ് അർത്ഥം വെച്ചാലും അതൊന്നില്ലെങ്കിലും മുത്താലിമിക്ക് ദർശനത്ത് കൊടുക്കണല്ലേ. ഉസ്താദ് അർത്ഥം വെച്ചാലും ഞാൻ അർത്ഥം വെച്ചാലും ഇതേ അർത്ഥാണ് വരിക. അങ്ങനെ ഒരു സംഗതി ഇല്ലേ? പിന്നെന്താ ഇല്ലാത്ത സംഗതി അങ്ങനെ വരിക. അപ്പൊ കിതാബ് ഇല്ലെങ്കിൽ പിന്നെ ആ കിതാബ് കുട്ടികള് അത് ശരി ഞാൻ പറഞ്ഞ കിതാബാണ്. അപ്പൊ ഇബാറത്ത് ഇല്ലാത്ത കിതാബൊക്കെ പിടിച്ചോളി, വായിക്കി. എന്താണ് അതിലില്ലേ? എന്താ ഹബീബെ ഈ പറയുന്നത്? എന്തെങ്കിലും പറയില്ല, നിങ്ങൾ സമയം കളയില്ല. എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കിതാബ് ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് ഇത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണ ചോദ്യത്തിന്റെ കിതാബ് നിങ്ങളാ കൊണ്ടുവരേണ്ടത്, അത് ഞാനല്ല. അത് നല്ല തമാശ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ വരുന്നത് എനിക്കറിയോ? അത് നല്ല തമാശ. ഞാൻ അതിനുള്ള ചോദ്യങ്ങളെ കിതാബ് ഞാൻ ലോറിയിൽ വരേണ്ടി വരും. ഇവിടെ ഈ കഥ ഇല്ലാത്ത വർത്താനം ചോദിക്കരുത്. കിതാബ് ചിലപ്പോ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, എന്നാ ഇബാറത്ത് ഉണ്ടാവും, അതെങ്കിലും വായിക്കുക. അങ്ങനെ ചെയ്യാം.
അതില്ലെങ്കിൽ നിങ്ങളെന്തോ എന്ന് പറഞ്ഞു, അതിന് ഞാൻ കിതാബ് വായിക്കണമെന്ന് പറഞ്ഞാൽ അയ്യയ്യേ KG കുട്ടികളെ പോലും പറയരുത്. ഇതൊന്നും അന്തല്ലാത്തോലും പറയേണ്ട വർത്താനാണ്, ബുദ്ധിയുള്ളവർ പറയേണ്ടതല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കിതാബിന്റെ ഇബാറത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ, മറുപടി പറയും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം നൽകാം. അപ്പൊ എന്തായാലും അതില്ല, ഞാൻ വേറെ ഇബാറത്ത് വായിക്കാം. വേറെ ഇബാറത്ത് വായിച്ച ഇബാറത്ത് ഒരു വെപ്പ് എത്തിക്കുക, എന്നിട്ട് മതി. അതായത് നമ്മൾ വായിച്ച ഇബാറത്ത് ഒരു വെപ്പും എത്തുക. അതായത് നിങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിന്റേതായിട്ട് ഇബാറത്ത് വായിച്ചിട്ടില്ല, ആ അർത്ഥം നിങ്ങൾ ഏതോ മൗലവി എന്തോ പറഞ്ഞു തന്നത് വായിക്കുകയാണ്. അങ്ങനെ ഒരു ഇബാറത്ത് ഫതുഹുൽ ബാരിയിൽ ഇല്ല. ഫതുഹുൽ ബാരിയിലുള്ളത് അറബിയിലാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പുറത്തു പോയി, അവർ പള്ളിയിലേക്ക് പോയിരുന്നു, അവർ ത്വവാഫ് ചെയ്തിരുന്നു, അവർ റസൂലുള്ളാന്റെ കൂടെ കൂടി. അതൊക്കെ ഹദീസിലുണ്ട്, ഞങ്ങൾക്കറിയാം. അത് ശരി തന്നെയാണല്ലോ, പള്ളിയിലേക്ക് തന്നെ പോയിരുന്നത്. കാരണം മക്കത്തെ പള്ളിയിൽ പോയെങ്കിലേ ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ, ഉംറ ചെയ്യാൻ കഴിയുള്ളൂ. ത്വവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിക്ക് പോണം. ആ പള്ളിയിൽ ചെന്ന് കഴിയുന്ന കർമ്മങ്ങളാണ് ഏത്? ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഉംറയുടെ കർമ്മങ്ങൾ. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രവർത്തനങ്ങൾ അത് സഹോദരന്മാരെ, സഹാബി വനിതകൾ പോയിരുന്നു, സംശയമില്ല, അത് ശരിയാണ്. അതിനെക്കുറിച്ച് കിതാബിൽ ഫതുഹുൽ ബാരിയിലുണ്ട്, മറ്റു പല കിതാബിലുണ്ട്. റസൂലുള്ളാന്റെ കൂടെ അന്യ സ്ത്രീകൾ, അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ സ്ത്രീകൾ പോയിരുന്നു എന്ന് അതിന് വരട്ടെ, അതല്ലേ വേണ്ടത്. അത് റസൂലുള്ളാന്റെ ഭാര്യമാര് പോയി, അതുപോലെ പെൺകുട്ടികൾ പോയി എന്ന ഇബാറത്തുണ്ടെങ്കിൽ വരണം. എന്തെങ്കിലും പറയരുത്, സമയം കളയരുത്. സമയം വളരെ അമൂല്യമാണ്. അത് അതിൽ ഈ പറഞ്ഞ വായിച്ച ഇബാറത്തിനൊന്നുമില്ല. ഇങ്ങനെ കിതാബിൽ പലതിലും ഉണ്ട്. അതിന് പള്ളിക്ക് പോണം. സ്ത്രീകൾ ആരും മക്കത്തെ പള്ളിക്ക് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കെതിരുള്ളത് തെളിവാകുള്ളൂ. ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറ ചെയ്യണമെങ്കിൽ, ത്വവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിയിലേക്ക് പോകണം, ഉറപ്പന്നെയാണ്. അത് പോയിട്ടുണ്ട്. നമ്മളെ ചർച്ച അതിനല്ല. സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വേണ്ടി അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന വേദികളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അതിന് ഇബാറത്തുണ്ടെങ്കിൽ വായിക്കുക, വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് ചോദ്യം മുട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്ക് വായിക്ക കൊടുക്കുക, ചോദിക്കട്ടെ. ഇപ്പൊ ഹജ്ജായി, ഞാൻ എല്ലാ നിസ്കാരത്തിനും റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ പോയി എന്നാ പറഞ്ഞത്, ഹജ്ജിന് പോയി എന്നല്ല. അങ്ങനെ അവിടെ നമുക്ക് ഓരോ വിഷയം ചർച്ച ചെയ്യാം. നിസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചിരുന്നു എന്ന് ഫതഹുൽ ബാരിയിൽ രണ്ടാമത്തെ വാള്യം 197 പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അങ്ങനെ മലയാളത്തിൽ ഫതുഹുൽ ബാരിയിൽ ഇല്ലേ ഇല്ല എന്ന് ഞങ്ങൾ അതേക്കുറിച്ച് പറയുന്നു. ഫതഹുൽ ബാരി മലയാളത്തിലാണെന്ന് എനിക്ക് വാദമേ ഇല്ലേ ഇല്ല. അറബിയിലുള്ള ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അപ്പൊ അതിന്റെ മറുപടി ഇവിടുന്ന് പറയും ചെയ്യും. അതാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വിശദീകരണം നൽകാം. നേരത്തെ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പോയ കഥയെ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പോയിരുന്നു. എന്നാ അവിടെ ഞാൻ വിശദീകരണം നൽകാം. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഫതുഹുൽ ബാരിയിലുണ്ട്, ഖസ്തല്ലാനിയിലുണ്ട്, എല്ലാതിലുണ്ട്. വഖദ് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യുസല്ലീന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മുസ്ലിം സ്ത്രീകൾ നിസ്കരിച്ചിരുന്നു. സ്വലാത്തൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം നിസ്കരിച്ചിരുന്നു എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. അതും ബുഖാരിയിലുണ്ട്, ഫതുഹുൽ ബാരിയിലുണ്ട്. അതായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ പറയുന്നത്. അതിന് അറബി വായിക്കണ്ട, എന്നാലല്ലേ ഇത് എന്തിനെ കുറിച്ചാന്ന് അറിയുള്ളൂ. ഇത് മലയാളത്തിൽ ഇങ്ങനെ പറയാണ്. അതാ ഞാൻ ഇബാറത്ത് വായിക്കണം എന്ന് പറയുന്നത്. അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്, ഫതുഹുൽ ബാരിയിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ചില സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ആദ്യകാലത്ത്. സംശയമില്ല, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആദ്യകാലത്ത് ഇസ്ലാമില് കള്ളുകുടി അനുവദനീയായിരുന്നു. പിന്നെയാണ് കള്ള് നിരോധിച്ചത്. കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിരു ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലിന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ മാത്രമല്ല
പട്ടികളും വന്നിരുന്നു, നായകൾ. കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു വതബൂലു ഫീ മസ്ജിദി റസൂലില്ലാഹി എന്നും കാണാം ചില ഹദീസുകളിൽ. റസൂലുള്ളാഹിന്റെ കാലത്ത്, ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പട്ടികളും വന്നിരുന്നു, നായകളും വന്നിരുന്നു. വരിക, പോവുക, അവര് മൂത്രിക്കുക, അതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്ത്രീകളെ പോകുമ്പോൾ ഒരു പട്ടിണി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന ഓരോ സംഭവങ്ങളാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, ഞാൻ പറയുന്നത് ഇബാറത്ത് വായിക്കാത്തത് കൊണ്ട് മലയാളത്തില് ഫതുൽ ബാരിയിലില്ല, അത് മൗലവിമാര് നിങ്ങളെ പറ്റിച്ചു പറഞ്ഞു തന്നതാണ്. അത് ശരിയല്ല. അതിന്റെ വിശദീകരണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെയും പെൺകുട്ടികളെയും കുറിച്ചല്ല എങ്കിൽ പിന്നെ ഈ ഹദീസ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മൗലവിമാർ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതിന്റെ അപ്പുറം അറിയണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇബാറത്ത് വായിച്ചാലേ അത് ഏതാണ് സംഭവം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു ഹദീസും ഫതുൽ ബാരിയിൽ ഇല്ല.